ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെ കുറിച്ച് ഈ നിമിഷം ആരാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഈ നിമിഷം നിങ്ങളെ കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത്? ഇങ്ങനെ ഓക്കെ. ഓക്കെ ഓക്കെ ആരാണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വിവാഹം ചെയ്ത വ്യക്തി, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് ഒരുപാട് അർപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ അർപ്പിച്ച് നിങ്ങൾ ഇപ്പം എന്താ പറയുക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ അങ്ങനെയുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പോലെ മനസ്സ് ഫുള്ളായിട്ട് കൊടുത്ത വ്യക്തി, മെന്റലി ഫിസിക്കലി ഒരുപാട് അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് തോന്നിയ ഒരു വ്യക്തി. ഇപ്പൊ ഒരു ഡോക്യുമെന്റ് ഒന്നും ഇല്ലാതെ, ലീഗലി മാരീഡ് അല്ലാതെ മാനസികമായിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തൊരു കംഫർട്ടായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തി മെയിനായിട്ട് എന്തെങ്കിലും ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ഇപ്പോഴും ഒരു സ്റ്റക്കാണ്. ആ വ്യക്തിയുടെ ഓർമ്മകളിൽ സ്റ്റക്കായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തികളിൽ സ്റ്റക്കായിരിക്കാം. ആ വ്യക്തിയുടെ പല രീതികളിലും നിങ്ങൾ സ്റ്റക്ക് എനർജിയാണ് കാണിക്കുന്നത്. ഈ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. പണ്ട് നമ്മളൊക്കെ മറ്റേ ഈ DVD പ്ലെയർ ഇല്ലേ, അതിൻ്റെ അകത്തൊക്കെ CD കുടുങ്ങൂല്, അല്ലെങ്കിൽ പണ്ടുള്ള മറ്റേ എന്താണ് അതിന് പറയുന്നത്, ഈ കാസറ്റൊക്കെ കുടുങ്ങൂല്. കുടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉദ്ദേശിക്കുന്ന പാട്ടായിരിക്കില്ല വരുന്നത്. ആ ഒരു അവസ്ഥ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പാട്ടും കവിതയൊന്നും ആയിരിക്കില്ല വരുന്നത്. മുഴുവനും നമ്മൾക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ പിക്ചറിൽ ബുദ്ധിമുട്ട് കാണിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ സൗണ്ടിൽ ബുദ്ധിമുട്ട് കാണിക്കും, ചിലപ്പോൾ ഒന്നും കാണിച്ചില്ല എന്നും വരും. അങ്ങനെയുള്ള ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഔട്ട്പുട്ട് നൽകിയ ഒരു വ്യക്തി. കാരണം ആ ഔട്ട്പുട്ട് നല്ല രീതിക്ക് നിങ്ങളെ ഇട്ട് കുടഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. നല്ലോണം ഇട്ട് ഇങ്ങനെ കുടഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയല്ല ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചത്. ഒരിക്കലും ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഔട്ട്പുട്ടുകൾ ഉണ്ടാകുമെന്നും നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇവരെ കൊണ്ട് നിങ്ങൾ ഒരു ഫ്യൂച്ചർ ഉണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ഷോൾഡർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെന്റലി നിങ്ങൾക്കൊരു തണലുണ്ടാകും, അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തരാനുണ്ടാകും എന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഇവരുടേതായിട്ടുള്ള ബിഗിനിങ് സ്റ്റേജിലുള്ള, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള പരിപാടികളും നിങ്ങളോട് അങ്ങനെ തന്നെയായിരുന്നു. കാരണം മറ്റുള്ള ഈ ലോകത്തുള്ള മറ്റുള്ള എല്ലാ പരിപാടികളെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വഴികളിൽ കൂടി പോകണമെന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടാകാം.
നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ, ആരൊക്കെ ആരാണ്, എന്തൊക്കെ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകാം. നിങ്ങൾ ഏത് വഴി കൂടി പോണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഭയങ്കര രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്രസംഗങ്ങളൊക്കെ കാഴ്ചവെച്ച ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള, നിങ്ങൾ പിടിച്ചതിലും വലുതാണ് അളയിലിരിക്കുന്നതെന്ന് പറയുന്ന പോലത്തെ അവസ്ഥ ഇവിടെ ഈ വ്യക്തിയുടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി, ഔട്ട്പുട്ടായിട്ട്. അതാണ് ഇവിടെ ഉണ്ടായത്. കാരണം നിങ്ങളെ ആദ്യമേ ഈ വ്യക്തി പറഞ്ഞ് വിശ്വസിപ്പിച്ചു, ഞാൻ നല്ല കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യുള്ളൂ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആദ്യം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇട്ടു തന്നു. നിങ്ങളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് അവരുടെ അടുത്ത് അറ്റാച്ച്മെന്റ് ആയിട്ട് നിൽക്കും. അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, അവർക്ക് എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന ആളുകളാണ്. അത് ഇവിടെ ഒരു അഡിഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങി. ഒരു ചെറിയ രീതിയിലുള്ള അഡിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അഡിഷൻ ആയിക്കോട്ടെ, കുറച്ച് ആളുകൾക്ക്, ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു അഡിഷൻ പോലെ ഈ വ്യക്തിയുടെ അടുത്ത് തോന്നാൻ തുടങ്ങി. അത് പക്ഷേ അത് നിങ്ങൾക്ക് ആ ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കുറെ അങ്ങോട്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളെപ്പറ്റി ഈ വ്യക്തി നിങ്ങളുടെ സൈഡിലെ സ്റ്റോറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ പിടിപാടുകളുണ്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടേതായിട്ടുള്ള വ്യക്തി സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളോട് റിലേറ്റീവ്സ് നിൽക്കുന്നത്, ഫ്രണ്ട്സ് നിൽക്കുന്നത്, കൊളീഗ്സ് നിൽക്കുന്നത്, A to Z കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരൊക്കെ നിൽക്കും, A to Z കാര്യങ്ങൾ ഈ വ്യക്തിക്ക് അറിയാം. ഈ വ്യക്തിക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ ഈ വ്യക്തിനെ നിങ്ങൾ തന്നെ എല്ലാം അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അത് ഈ വ്യക്തി A to Z കാര്യങ്ങളും മനസ്സിലാക്കിയും വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങളെ ഉപദേശിക്കുകയും നിങ്ങളെ നല്ല രീതിയിൽ പല പരിപാടികളും പറഞ്ഞ് പലതിലും തെറ്റിതിരുത്താനും അതും ഇതും ഒക്കെ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഏം വഴി തനി വഴി എന്നുള്ള രീതിയിൽ നടക്കുകയും ചെയ്യും. അതാണ് ഇതിലുള്ള മെയിൻ കാര്യം. പക്ഷെ നിങ്ങൾ അങ്ങനെ നടക്കുന്നത് താല്പര്യമില്ല. ഓക്കെ, അതായത് ഒരു സന്തോഷത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് അർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനത്തിന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെതായിട്ടുള്ള ഒരു സംതിങ് എന്തൊക്കെയോ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ എന്തൊക്കെയോ പരിപാടികൾ പുള്ളിയുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുണ്ടാവാം, അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്തുണ്ടാവാം. ഇതിലുള്ള പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് പോലെ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്, മെന്റലി ആൻഡ് ഫിസിക്കലി. പക്ഷെ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണ്, നിങ്ങളുടെ എഫേർട്ടുകളെ കാണുന്നില്ല. പക്ഷെ നിങ്ങളുടെ ആളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ പരിപാടികൾക്ക് വേണ്ടി
എഫേർട്ട് ഇടുന്നുണ്ട്. വേറെ ആളുകളുടെ ഒരു മനസ്സിന്റെ ദുഃഖങ്ങളും മനസ്സിന്റെ പിരിമുറുക്കങ്ങളും കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനസികമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിലാവുന്നു. കാരണം നിങ്ങളുടേതായിട്ടുള്ള ഒരു നിങ്ങൾ ഈ വ്യക്തിനോട് കാണിച്ചതിൻ്റെ പകുതി എഫേർട്ടെങ്കിലും നിങ്ങളുടെ ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിനെയും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ സ്നേഹവും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഒരു 60% പ്രശ്നങ്ങൾ ക്ലിയർ ആവുമായിരുന്നു. പകരം എന്താ പറയാ, പുള്ളീനെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിനായിട്ട് ഒരു അർഹതയില്ലാത്ത ആളുകളുടെ പരിപാടികളൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ 1000 പരിപാടികൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരു പരിപാടി ചെയ്ത ആളുകളുടെ മഹത്തായ കാര്യങ്ങളും വിശേഷതകളും കുത്തിക്കുറിക്കാനാണ് നിങ്ങളുടെ ഈ വ്യക്തിക്ക് താല്പര്യം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി 1% ചെയ്ത ആളുകളുടെ കാര്യങ്ങൾ കുത്തിക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോഴും, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മഹത്തായ കാര്യങ്ങൾ പറയുമ്പോഴും, നിങ്ങൾ ഈ അവരെക്കാളും 1000 ഇരട്ടി പരിപാടികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ 1% ചെയ്യുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് പറയുന്ന പരിപാടികളൊക്കെ നിങ്ങൾ ഭംഗിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയാ, യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകളോ അല്ലെങ്കിൽ യഥാർത്ഥപരമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എഫേർട്ടിന് ഒരു വില വയ്ക്കുന്നില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പല പരിപാടികളും എങ്ങനെയൊക്കെയോ നിങ്ങളുടേതായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ ഇപ്പൊ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് പച്ചക്ക് ഇങ്ങനെ ഒരു മരുഭൂമിയിൽ ഒരു പച്ചപ്പ് വരുന്ന പോലെയൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് എന്താ പറയാ, നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോ അതൊന്നും കാണാതെ ഈ ഒന്നും ചെയ്യാത്ത ആളുകളുടെ 1% കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. 1000 ചെയ്യുന്ന ആളുകളുടെ 1000ന്റെ ഗുണങ്ങൾ പറയാതെ, ഈ എന്തെങ്കിലും മനുഷ്യരല്ലേ, എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഒക്കെ പറ്റും, ആ കുറ്റങ്ങളെയും തെറ്റുകളെയും പറ്റി ഘോരമായിട്ടും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ വ്യക്തി തന്നെയാണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.